ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് നമ്മുടെ പാനസോണിക് AC-ൻ്റെ ഒരു റിവ്യൂ ആണ്. നമ്മൾ ഉപയോഗിക്കുന്നത് 1.5 ടൺ 3 സ്റ്റാർ ഹോട്ട് ആൻഡ് കൂൾ മോഡൽ 2024 മോഡലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ റിമോട്ടാണ് ഞാൻ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഓൾമോസ്റ്റ് ഒരു 1.5 മാസം 2 മാസമായിട്ട് വാങ്ങിച്ചതാണ്. ആമസോൺ ത്രൂ തന്നെ വാങ്ങിച്ചാണ്. നമുക്ക് ഓൾമോസ്റ്റ് ഒരു 43 റേഞ്ചിനൊക്കെ കിട്ടിയിരുന്നു. എന്ന് വെച്ചാൽ ഇത് നോർമൽ മോഡലല്ല, ഹോട്ട് ആൻഡ് കൂൾ മോഡലാണ്. പിന്നെ 4-way സ്റ്റിങ്, കുറച്ച് ഫീച്ചേഴ്സ് കൂടുതലുള്ള മോഡലാണ്. നിങ്ങൾക്ക് ഈ റിമോട്ട് കാണുമ്പോൾ തന്നെ മനസ്സിലായിരിക്കും. എന്ന് വെച്ചാൽ നോർമൽ നമുക്ക് 36 രൂപയുടെ ഇപ്പോൾ നല്ല റേറ്റ് കുറവുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ സെയിൽസ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ SBI കാർഡ് ഉണ്ടെങ്കിൽ 5000 രൂപയൊക്കെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട് നമുക്ക് വരുന്നുണ്ട്. അതായത് ഇപ്പോൾ 1.5 ടൺ 3 സ്റ്റാർ AC-ക്ക് നോർമൽ ഇവരുടെ ബേസ് വേരിയന്റ് വരുന്നതിന് 36 രൂപയാണ് ആമസോണിൽ വരുന്നത്. പ്ലസ് നമുക്ക് മൈനസ് SBI കാർഡ് ഉണ്ടെങ്കിൽ 3000 രൂപ 4000 രൂപ കുറയും. ഓൾമോസ്റ്റ് 32 രൂപയ്ക്ക് സാധനം കിട്ടും. അപ്പോൾ 1.5 ടൺ 3 സ്റ്റാർ സ്മാർട്ട് AC 32 രൂപ കിട്ടാന്ന് പറഞ്ഞാൽ നല്ല കിടലൻ ഡീലാണ്. അപ്പോൾ ഞാൻ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. 1.5 ടൺ ആയിക്കോട്ടെ, 1 ടൺ ആയിക്കോട്ടെ, 3 സ്റ്റാറിന് 5 സ്റ്റാറിന് ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ കണ്ണും പൂട്ടി വാങ്ങിക്കാൻ മറക്കണ്ട കേട്ടോ. എന്താ വെച്ചാൽ ഇപ്പോഴത്തെ ഡീൽ ഇനിയിപ്പോൾ ഈ സെയിൽസ് കഴിഞ്ഞവരിന് കിട്ടുള്ളൂ. അത് കഴിഞ്ഞാൽ പ്രൈസ് കൂടും. അപ്പോൾ നോക്കാൻ മറക്കണ്ട. അപ്പോൾ ഹോട്ട് ആൻഡ് കൂൾ എഡിഷൻ ഉണ്ടെങ്കിൽ ഞാൻ ഇടാം. എന്താ വെച്ചാൽ അത് കുറച്ച് കാലം മുമ്പ്, 2-3 ദിവസം മുമ്പ് ഞാൻ നോക്കിയപ്പോൾ അത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു. അപ്പോൾ ഉണ്ടെങ്കിൽ ഞാൻ ഇടാം. അപ്പോൾ ഇതിൻ്റെ ഒരു റിവ്യൂ നമ്മൾ പറയാൻ പോകുന്നത്, ഇപ്പോൾ നമ്മൾ ഭയങ്കര ഷോർട്ടായിട്ട് തന്നെ പറഞ്ഞു പോവാം. ഫസ്റ്റ് തന്നെ നമ്മൾ പറയാൻ പോകുന്നത് പെർഫോമൻസ് ആണ്. കിടിലൻ പെർഫോമൻസ് എന്ന് പറയാം. ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ്. ഇപ്പോൾ ഞാൻ നിങ്ങൾ നോക്കി അറിയാം, ഞാൻ ഇപ്പോൾ 26 മാക്സിമം ഇടാറുള്ളൂ. നല്ല കൂളിംഗ് ആണ്. എൻ്റെ പറയുമ്പോൾ 155 ആ റേഞ്ചിലൊക്കെ സ്ക്വയർ ഫീറ്റ് വരുന്ന റൂമാണ് എൻ്റെ. ഈ സാധനത്തിൽ 1.5 ടൺ എൻ്റെ മുമ്പത്തെ AC 1.5 ടൺ ആയിരുന്നു. പക്ഷെ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ സാധനം ഓൾമോസ്റ്റ് ഒരു 50% പെട്ടെന്ന് റൂം കൂളാവുന്നുണ്ട്. ബാക്കി ബ്രാൻഡായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പാനസോണിക്കിന് ചെറിയൊരു സൗണ്ട് ഉണ്ട്. പക്ഷെ ഇതിൽ ക്വയറ്റ് മോഡ് സംഭവിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ സൗണ്ട് ഒന്നും കേൾക്കുന്നുണ്ടാവില്ല. ഞാൻ ക്വയറ്റ് മോഡിൽ ഇട്ടേക്കണേ. ഹൈ പവർഫുൾ മോഡിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ചെറിയൊരു സൗണ്ട് ഡിഫറൻസ് ഉണ്ട്. ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. ഇപ്പോൾ ഇത് പവർഫുൾ മോഡ് ആക്കാൻ പോകട്ടെ. ഇതിപ്പോൾ ഓട്ടോ മോഡിലാണ്. അപ്പോൾ ഓട്ടോ മോഡിലായി കഴിഞ്ഞാൽ ഇത് മാറില്ല കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് ഓട്ടോ മോഡ് മാറ്റട്ടെ. ഇപ്പം നിങ്ങൾക്ക് ചെറിയൊരു സൗണ്ട് ഡിഫറൻസ്, സൗണ്ട് കൂടിയ പോലെ തോന്നുന്നുണ്ടായിരിക്കും. ഇത് പവർഫുൾ മോഡാണ്. അതിൻ്റെ ഒരു ഡിഫറൻസ് ആണ് കേട്ടോ. അല്ലാണ്ട് ഇത് നമുക്ക് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ക്വയറ്റ് മോഡ് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അത് വെച്ച് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ കൂൾ മോഡ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സൗണ്ട് കേൾക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ റിമോട്ടും നല്ല കിടലൻ, നല്ല ക്വാളിറ്റി റിമോട്ട് തന്നെയാണ്. അവർ ഇൻബിൽഡ് ബാറ്ററി തന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇതിന് സ്റ്റാൻഡും ഉണ്ട്. ഞാൻ ആക്ച്വലി ഇവിടെ നിങ്ങൾക്ക് ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. അവിടെ ഉണ്ട്. ഞാനിവിടെ എൻ്റെ ആറ്റമറിൻ്റെ ഫാൻ്റെ റിമോട്ടാണ്. ഇത് നമുക്ക് ഇതിൻ്റെ സ്റ്റാൻഡാണ്. അപ്പോൾ അത് ഞാൻ അവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ എന്താ പറയുക, സ്മാർട്ട് AC ആയതുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ ഇത് എൻ്റെ അലക്സ ത്രൂ ഒക്കെ ചെയ്യാൻ വേണമെങ്കിൽ ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. അലക്സ, ടേൺ ഓഫ് AC. ഓഫായി സിംഗിൾ സൗണ്ട് കേൾക്കണമായിരിക്കും. അപ്പോൾ എനിക്ക് ആവശ്യമുണ്ട്. ഞാൻ എന്തായാലും ഇനി ഇത് കഴിഞ്ഞ് നമ്മുടെ വീഡിയോ എടുത്ത് കഴിഞ്ഞാൽ എനിക്ക് ഇനി വർക്കിംഗ് എൻ്റെ മീറ്റിംഗ് കയറാൻ പോവാണ് ഞാൻ. അപ്പോൾ അലക്സ, ടേൺ ഓൺ AC. ഓൺ ആയിട്ടാ. അപ്പോൾ ഇതിൽ നമുക്ക് ഇനി ഇതിൽ ആപ്പും ഉണ്ട്, ആപ്പ് സപ്പോർട്ടും ഉണ്ട്. മിറായി എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്. കണ്ടോ, ഇതാണ് അവരുടെ ആപ്പ്. ഞാൻ ബ്രൈറ്റ്നസ് ഒന്ന് വർക്കും. ഇതാണ് അവരുടെ ആപ്പ്. ഭയങ്കര യൂസർ ഫ്രണ്ട്ലി ആപ്പാണ്. ഭയങ്കര ഈസിയാണ് സംഭവം. ഇപ്പോൾ AC-യുടെ കാര്യം നോക്കി കഴിഞ്ഞാൽ മുകളിലേക്ക് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ AC-യുടെ ഡീറ്റെയിൽസ് കാണുന്നുണ്ടായിരിക്കും. ഇപ്പോൾ 25 ഡിഗ്രി ഇട്ടേക്കുന്നുണ്ട്. നമുക്ക് ഇത് കൂടെ തന്നെ കൺട്രോൾ ചെയ്യാൻ വേണമെങ്കിൽ ഞാനിപ്പോൾ ഇത് 24 നടക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു 20 ഇത് ബ്രൈറ്റ്നസ് കുറഞ്ഞിട്ടില്ലേ. അപ്പോൾ ഞാൻ 25 ആയിട്ടാ. ഇതാ കണ്ടോ, ഇത് നിങ്ങൾക്ക് ഇവിടെ അവിടെ മാറ്റിക്കഴിഞ്ഞാൽ ഞാൻ 26 കണ്ടോ. ഇതാ അവിടെ മാറി നിങ്ങൾക്ക് സൗണ്ട് വെക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ എനർജി കൺസപ്ഷൻ വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. എനർജി കൺസപ്ഷൻ നമുക്ക് ഇവിടെ സുഖമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ കണ്ടോ. ആ ആപ്പിൽ തന്നെ എല്ലാ ഫീച്ചറും ഉണ്ട്. അതുപോലെ തന്നെ പവർഫുൾ മോഡ് വേണമെങ്കിൽ ഇത് കൂടെ ചെയ്യാം. സ്വിംഗ് മോഡ് വേണമെങ്കിൽ ഇത് കൂടെ ചെയ്യാം. അതുപോലെ തന്നെ കൺവേർട്ട്, അതായത് നമ്മുടെ ടണ്ണേജ് കുറയ്ക്കാനുള്ള പരിപാടി, കൺവേർട്ടബിൾ മോഡൽ, അത് നിങ്ങൾക്ക് ഇവിടെ ഇത് കൂടെ ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ ക്ലീൻ ഓപ്ഷൻ വരാൻ കണ്ടു. നിങ്ങൾക്ക് ഇത് ക്ലീനിങ് ചെയ്യാറായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ക്ലീൻ ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണിക്കും. അതിൻ്റെ ഫിൽറ്റർ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ 0.1 ഫിൽറ്ററാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ശരിക്കും എയർ പ്യൂരിഫൈറ്റർ ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങൾക്ക് അറിയിക്കാം, നമ്മുടെ ഇപ്പോഴത്തെ കേരളത്തിലും എല്ലാം മിക്ക സ്ഥലത്തൊക്കെ നല്ല പൊല്യൂഷൻ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആക്ച്വലി ബ്ലൂ സ്റ്റാറിൻ്റെ ഒരു എയർ പ്യൂരിഫയർ ഉപയോഗിക്കുന്നുണ്ട്. എന്നുവെച്ചാൽ എനിക്ക് ഡസ്റ്റ് അലർജി സംഭവിക്കുള്ളതാണ്. മിക്ക ആൾക്കാർക്കും ഇപ്പോൾ ഉണ്ട്, വേറെ കാര്യം. അപ്പോൾ ഇത് വന്നതിന് ശേഷം ഞാൻ അങ്ങനെ ഇപ്പോൾ ഇത് ഉപയോഗിക്കാറില്ല. എയർ പ്യൂരിഫയർ സെപ്പറേറ്റ് ഉപയോഗിക്കാറില്ല. അപ്പോൾ ഈ സാധനം തന്നെ അത്യാവശ്യം നല്ല ക്ലീൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും ഒരു പ്ലസ് പോയിന്റ് ആണ്. അപ്പോൾ പെർഫോമൻസ് നോക്കി കഴിഞ്ഞാൽ 5-ൽ 4 മാർക്കും കൊടുക്കാം. പിന്നെ വരുന്നതാണ് ഇൻസ്റ്റാളേഷൻ ആൻഡ് സർവീസ്. എനിക്ക് ഡെലിവറി ആയ ദിവസം വൈകുന്നേരം ആയപ്പോഴേക്കും തന്നെ സാധനം ഇൻസ്റ്റാളേഷൻ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഡെലിവറി ആൻഡ് ഇൻസ്റ്റാളേഷൻ 5-ൽ 5 തന്നെയാണ് കേട്ടോ.
അതുപോലെ തന്നെ ഇൻസ്റ്റാൾ ചെയ്തതും നല്ല ക്ലീൻ സൂപ്പർ ആയിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ അധികം അലങ്കോലാക്കാണ്ടൊക്കെ കറക്റ്റ് സംഭവങ്ങളൊക്കെ വെച്ചിട്ടാണ് ചെയ്തത്. അതുപോലെ തന്നെ വാക്യൂം ചെയ്തിട്ടുണ്ടായിരുന്നു അവർ ഔട്ട്ഡോർ യൂണിറ്റ് വെക്കാനായിട്ട് മുമ്പ്. കറക്റ്റ് പൊസിഷനിൽ വെച്ചു, സ്റ്റെബിലൈസർ കറക്റ്റായിട്ട് വെച്ചു, നല്ല നീറ്റായിട്ട് തന്നെ വെച്ചിട്ടുണ്ട്. ഒരു പെട്ടെന്ന് തന്നെ വെച്ചു തന്നു. ഓൾമോസ്റ്റ് 2 മണിക്കൂർ എടുത്തു, അത്രേ ഉള്ളൂ. സുഖമായിട്ട് തന്നെ വെച്ചു തന്നു. അപ്പോൾ അതും 5/5 പറയാനില്ല. ഫീച്ചർ വൈസ് നോക്കി കഴിഞ്ഞാലും 5 ഔട്ട് ഓഫ് 5 തന്നെയാണ്. ഈ റേഞ്ചിൽ ഇത്രയും ഫീച്ചർ തരുന്ന വേറെ പറയാൻ എനിക്ക് തോന്നുന്നില്ല വേറെ ഒന്നുണ്ടെന്ന്. എന്താ വെച്ചാൽ LGയുടെ തന്നെ സ്മാർട്ട് AC നിങ്ങൾക്ക് ബേസിക് വേരിയൻറ്റ് സ്മാർട്ട് AC കിട്ടണമെങ്കിൽ തന്നെ ഓൾമോസ്റ്റ് ഒരു 45 ആ റേഞ്ചിൽ പോകും. ഇപ്പോൾ വേറെ ഏത് ബ്രാൻഡായാലും ലോയിഡൊക്കെ തരുന്നുണ്ട്, പക്ഷേ ലോയിഡൊന്നും ഇവരുടെ അടുത്തുകൂടെ ഒന്നും പോകില്ല കേട്ടോ. പാനസോണിക്, LG, ഡേക്കിൻ അവരാണ് ടോപ്പ് ലീഡിംഗ് ആയിട്ട് നിൽക്കുന്നത്. അതുപോലെ തന്നെ ഫീച്ചർ വൈസ് ആയിക്കോട്ടെ, ക്വാളിറ്റി വൈസ് ആയിക്കോട്ടെ. ബാക്കി ഇപ്പോൾ കുറേ താഴത്ത് കിടക്കുന്ന ബ്രാൻഡുകളുണ്ട്. ഇപ്പോൾ ഇന്ത്യൻ ബ്രാൻഡുകളായിട്ടുള്ള വോൾട്ടാസ്, ബ്ലൂ സ്റ്റാറും വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല. പക്ഷേ നിങ്ങൾക്കൊരു എന്താ പറയുക, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ലോയിഡ് അങ്ങനത്തെ റേഞ്ചിലൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ മാത്രം ബ്ലൂ സ്റ്റാർ എടുത്താൽ മതിട്ടാണ്. എന്ന് വെച്ചാൽ ബ്ലൂ സ്റ്റാറൊക്കെ നിങ്ങൾ കുറേ നോക്കുമ്പോൾ കുറേ സ്ഥലത്തൊക്കെ ബ്ലൂ സ്റ്റാറൊക്കെ കാണുന്നത് വെച്ചാൽ അവർ ഈ എന്താ പറയുക ഇൻഡസ്ട്രിയൽ പർപ്പസ് ആയിട്ട് ബൾക്കായിട്ട് കുറേ ഓർഡേഴ്സ്, ഇതുപോലെ പ്രത്യേകിച്ച് ഇന്ത്യൻ കമ്പനി ആയതുകൊണ്ട് തന്നെ വോൾട്ടാസ് ഉണ്ട് അതിന്. അവർ ഇങ്ങനെ കുറേ കമ്പനിക്കാർക്കും അതുപോലെ തന്നെ ബൾക്കായിട്ട് കുറേ സ്ഥലത്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് ഇങ്ങനത്തെ ബ്രാൻഡുകൾ കുറേ കാണുന്നത്. ഇപ്പോൾ മാരുതിയുടെ വണ്ടികൾ കുറേ കാണുമ്പോൾ എന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ്, പിന്നെ മാരുതിയുടെ വണ്ടികളാണ് കൂടുതൽ കംപ്ലയിൻസ് ആയിട്ട് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടാവും. എന്തുകൊണ്ട് അത് കൂടുതൽ സെയിൽ ആവുന്നത് കൊണ്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ബ്ലൂ സ്റ്റാറും വോൾട്ടാസും മോശം എന്നല്ല ഞാൻ പറഞ്ഞത്, ഇവരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഉള്ള പൊസിഷൻസ് ആണ് നമ്മൾ പറഞ്ഞത് കേട്ടോ. പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഒരു 32ന്റെ താഴെയൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ ഷോപ്പിൽ നിന്നൊക്കെ നിങ്ങൾ വാങ്ങിക്കാൻ പോകുകയാണെങ്കിൽ 32ന്റെ താഴെയൊക്കെ അല്ലെങ്കിൽ 30ന്റെ താഴെയൊക്കെ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ മാത്രം ബ്ലൂ സ്റ്റാറോ അല്ലെങ്കിൽ വോൾട്ടാസോ ലോയിഡോ ഒക്കെ നോക്കിയാൽ മതി. പ്രത്യേകിച്ച് ഇപ്പോൾ ആമസോണിൽ കാർഡ് ഡിസ്കൗണ്ടും ഉണ്ടല്ലോ. അപ്പോൾ എന്തായാലും 30ന്റെ താഴെ സുഖമായിട്ട് കിട്ടും ലോയിഡും സംഭവമൊക്കെ. ലോയിഡ് ഞാൻ നേരത്തെ പറഞ്ഞില്ല 25 രൂപയ്ക്ക് കിട്ടും. അപ്പോൾ ആ റേഞ്ചിലൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ മാത്രം ബ്ലൂ സ്റ്റാറും സംഭവമൊക്കെ വാങ്ങിച്ചാൽ മതിട്ടാണ്. അപ്പോൾ അതാണ് നമ്മുടെ ഒരു റിവ്യൂ. നോക്കി കഴിഞ്ഞാൽ ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. ഒരു 5ൽ ഞാൻ 4 മാർക്കും കൊടുക്കും സാധനത്തിന്. പ്രത്യേകിച്ച് എൻ്റെ മുമ്പത്തെ AC നമ്മുടെ യൂറോക്ക ഫോബ്സ് AC ആയിരുന്നു. അത് ഹെൽത്ത് AC എന്ന് പറഞ്ഞാൽ അതിൽ നമുക്ക് ഫിൽറ്ററും സംഭവം കിട്ടുന്നു. പക്ഷെ ഇത്രയ്ക്കും ഡസ്റ്റ് ഫിൽട്രേഷൻ സംഭവം ഒന്നും ഉണ്ടാകുന്നില്ല കേട്ടോ. അവരാണ് ആദ്യമായിട്ട് നമ്മളൊക്കെ എന്താ പറയുക എയർ പ്യൂരിഫിക്കേഷൻ സിസ്റ്റം ആദ്യമായിട്ട് കൊണ്ടുവന്ന ബ്രാൻഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഫോബ്സ് ആണ് ഹെൽത്ത് AC എന്ന് പറഞ്ഞാൽ ഇറക്കിയിട്ടുണ്ടെന്ന്. പിന്നെ അവർ നിർത്തിപ്പോയി. ഇപ്പോൾ കമ്പനിയൊന്നും ഇല്ല, ബ്രാൻഡ് സർവീസ് പാർട്സ് ഒന്നും കിട്ടില്ല. പിന്നെ മെയിനായിട്ട് എൻ്റെ കംപ്ലൈൻറ്റ് വന്നത് എലി കടിച്ചിട്ടൊക്കെ ആയിരുന്നു, അല്ലെങ്കിൽ ഒരു പ്രോബ്ലം ഉണ്ടാകുന്നില്ല. എന്നിട്ട് 6 കൊല്ലം അതിൻ്റെ ആയിരുന്നു. എന്നിട്ട് ഞാൻ പിന്നെ എക്സ്ചേഞ്ച് ചെയ്ത് കൊടുത്തത്. അത് ഊരി വെച്ചിട്ടുണ്ടായിരുന്നു. ഇവർ വന്ന് നിങ്ങൾക്ക് ആമസോണിൽ ഇപ്പോൾ എക്സ്ചേഞ്ച് ഉണ്ടല്ലോ, സാധനം ഊരി വെച്ചിട്ടുണ്ടാവണമെന്ന് മാത്രമേ ഉള്ളൂ. സാധനം ഊരി വെച്ച് അവിടെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർ വന്ന് എടുത്തുകൊണ്ട് പുതിയ ഡെലിവറി മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് അവർ വന്ന് ഊരി കൊണ്ടുപോകുന്നില്ല. അങ്ങനെയാണെങ്കിൽ എക്സ്ചേഞ്ച് കൊടുക്കരുത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എന്തായാലും സംശയം കളക്കിൻ്റെ കമൻറ്റ് ചെയ്താൽ മതി, നമ്മൾ എല്ലാ കമൻറ്റ് കൊടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇൻസ്റ്റാഗ്രാം പേജിൽ നമ്മൾ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം. പേജ് ഫോളോ അടിച്ചാൽ മതി കേട്ടോ. അടുത്തതിലാണ്.